Alhamdulillah. Myself, Miramati from Pathway. So I am very happy, very excited. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു നമുക്ക് ഈ അവസരം പരിചയപ്പെടുത്തുന്ന നമ്മുടെ കേരളത്തിലുള്ള ഷമീറ മാഡത്തിന് ഈ അവസരത്തിൽ കൃത്യമായി തന്നിരിക്കുന്നത്. അതേപോലെ നമ്മുടെ എല്ലാ അപ്ലയൻസിലും ടീച്ചിങ്ങും കോച്ചിങ്ങും നമ്മുടെ ഈ ഒരു റാങ്ക് പങ്കിടാൻ സാധിച്ച എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനും പേരിട്ട് പറയുന്നത് എല്ലായിടത്തും ഈ അവസരത്തിൽ നന്ദി കടപ്പാട് അറിയിക്കാന്, അതേപോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഈ അവസരം നന്ദി അറിയിക്കാന്. ഒരു പ്രവാസിയായിരിക്കുകയാണ് ഞാൻ ഈ അവസരം കേൾക്കുന്നത്, പരിചയപ്പെടുന്നത്, അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ലീവിന് വന്ന സമയത്താണ് ഇത് അസോസിയേറ്റ് ചെയ്ത് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കേട്ടു. അന്ന് ഓഫ്ലൈനാണ്, കൊറോണ സമയമായിരുന്നു. പിന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കുറെ മീറ്റിങ്ങുകളൊക്കെ കേട്ട് പരിചയപ്പെട്ട് തിരക്കില്ലാന്ന് തോന്നിയുകൊണ്ട് ഗൾഫിലേക്ക് പോകേണ്ട വിസയൊക്കെ ക്യാൻസലാക്കി ഫുൾ ടൈം കരിയറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം വിജയങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാവരും വിജയങ്ങൾ ഉണ്ടാകട്ടെ. നമ്മള് എല്ലാവർക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ലാൻഡ് ക്യാപിറ്റലൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം. ഇത്രയും മഹത്തായ ഒരു അവസരം ആരും ഒഴിവാക്കരുത്. എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യുക എന്ന് മാത്രമാണ് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും എല്ലാവരും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആദ്യമായിട്ട് ഈ ഇൻഡസ്ട്രി എത്തിപ്പെട്ടതിന് സർവശക്തി ഞാൻ അതിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. സ്വന്തമായിട്ട് ഒന്ന് പുറത്തു പോവുകയോ ഒരു സാധനം പോലും പുറത്തുപോയി ഒറ്റയ്ക്ക് വാങ്ങുക പോലും ചെയ്യാതെ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കി ഭക്ഷണം കഴിച്ച് കിടന്നിറങ്ങിയ എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്ന ദൈവത്തെ നിർബന്ധ ബുദ്ധിമുട്ടത് കൊണ്ടായിരിക്കാം ആ വ്യക്തി എന്റെ അത്രമാത്രം 30 വർഷത്തിലേറെ എന്നെ സ്വാധീനം ചെലുത്തിയ, എന്റെ വീട്ടിലും എന്റെ സ്വന്തം വീട്ടിലും ഒക്കെ വളരെയധികം സ്വാധീനം ചെലുത്താൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയെ കൊണ്ട് തന്നെ ഈ ബിസിനസ് അവർ മുന്നിലേക്ക് എത്തിച്ചത്. അത് ഞാൻ എസ്പെഷ്യലി ഷമീറ മാഡത്തിന് ഈ അവസരത്തിൽ കൃത്യമായിട്ട് സ്നേഹനിധിയായ പ്രവാസിയായ എന്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് 3 ആൺമക്കളുടെ ഉമ്മയാണ് ഞാൻ. എന്നെ സംബന്ധിച്ചായ അതേ സംബന്ധിച്ച് എനിക്ക് ചെയ്യാൻ ഏറ്റവും അതിന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ബിസിനസ് ഒന്നും വേണ്ട, ഷമീറക്ക് കൂട്ടിന് വേണമെങ്കിൽ പോവാം എന്ന് പറഞ്ഞ് ഇൻഡസ്ട്രി ഏറ്റെടുത്ത് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇൻഡസ്ട്രിയുടെ സീരിയസ്നെസ് മനസ്സിലായത്. എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം 28 വർഷം പ്രവാസിയായിട്ട് ഉള്ള ഒരു ഉപ്പയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ പ്രവാസ ജീവിതം എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സംഭവമായിരുന്നു. അദ്ദേഹം നാട്ടിലെത്തിക്കണം. 4 പെൺമക്കളെ പഠിപ്പിച്ചു. അവരുടെ ആശ്രയമാണ് കരുതി തന്നെയാണ് പഠിപ്പിച്ചതെല്ലാം എന്റെ വിവാഹ ജീവിതത്തോട് കൂടി മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം ഈ ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ എനിക്ക് പറ്റുന്നുള്ള എന്റെ ഉറച്ച വിശ്വാസമാണ് ഈ ഇൻഡസ്ട്രി ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകളും ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ ഈ ബിസിനസിന്റെ ബ്യൂട്ടി, ഇത് വലിയൊരു പൂത്തോട്ടമാണ്. ഒരുപാട് വ്യത്യസ്ത തരം പൂക്കളുള്ള നല്ല സുഗന്ധമുള്ള നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് വലിയ പൂന്തോട്ടമാണ്. പക്ഷെ അതൊരു വലിയ മതിൽക്കെട്ടിനുള്ളിലാണ്. അതിന് അതിന്റെ സൈഡിൽ കോണിയുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും. അങ്ങനെ TC, KTC, DTC, ZTC എത്തിയിട്ടുണ്ട്. വലിയ ലോകം, ഫിനാൻഷ്യൽ ഫ്രീഡത്തിന്റെ, നമുക്ക് പോസിബിലിറ്റിയുടെ ഒരു വലിയ ലോകം നമുക്ക് മുന്നിലുണ്ട്. അത് കാണാൻ സാധിച്ചത് കൊണ്ടാണ് ഒരുപാട് പ്രതിസന്ധികൾ ഈ ബിസിനസ് വിട്ടുപോകാൻ പറ്റത്തക്ക വിധത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ട് ബിസിനസ് ഉറച്ചു നിന്ന് നമ്മൾ അൽത്താസറപ്പുള്ള പോലെ കൺസിസ്റ്റൻസി, കമ്മിറ്റ്മെന്റ്, ഈ വാക്കുകൾ മാത്രം കടമെടുത്തുകൊണ്ട് അത് പാലിച്ചുകൊണ്ട് ഇൻഡസ്ട്രി വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. വലിയൊരു ടീമിനെ, നല്ലൊരു ഓർഗനൈസേഷനുള്ള ടീം ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരുപാട് യൂത്ത് ഐക്കൺസിനെ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു തരത്തിൽ പറയാനുള്ളത് ടീമിലാണെന്ന് വെച്ചിട്ടോ വരുമാനിച്ച് ആരും വിട്ടു പോകരുത്. നമ്മളിതിൽ ഉണ്ടാവും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കൽ കൂടി എന്റെ എല്ലാ അപ്ലയൻസിലും എനിക്ക് പ്രോഗ്രാം ജുനൈസർ സ്റ്റാർട്ടിംഗ് ലെവലിൽ കൊണ്ടുപോയി എല്ലാ പ്രോഗ്രാമും അറ്റൻഡ് ചെയ്ത് ഈ ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്ന ഗ്രേറ്റ് ലീഡറാണ്. അതിനപ്പുറം ഇതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ നിന്നെ കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞ് ഒരുപാട് വാക്കുകളുടെ ഉപദേശങ്ങളോട് ഇതിൽ ഉറച്ചു നിൽക്കാൻ സഹായിച്ചിരുന്നു. ഇതുപോലെ വേദി എംസിയായിട്ടോ കയറാൻ സാധിച്ച ഒരുപാട് വാക്കുകളിലൂടെ ഷോയിബ് സാറിനും അൽത്താഫ് സാറിനും റഫീഖ് സാറിനും എല്ലാ അപ്ലയൻസിനും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട്